ക്ഷമയുടെ നഷ്ടപ്പെട്ട കരുത്ത്. എന്തുകൊണ്ടാണ് നമ്മുടെ ലോകം ഇത്രയധികം സംഘർഷങ്ങളാൽ നിറഞ്ഞിരിക്കുന്നത്, വിശ്വാസികൾക്കിടയിൽ പോലും? പഴയകാല ദൈവഭക്തർക്കുണ്ടായിരുന്ന എന്തോ ഒന്ന് നമുക്ക് നഷ്ടമായോ? അപ്പസ്തോലപ്രവൃത്തികൾ 7:60 സ്തെഫാനോസ് നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ചുമത്തരുതേ. ലൂക്കോസ് 23:34 ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയായ്കയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഉൽപ്പത്തി 50 തന്നെ ഒറ്റിച്ചുകൊടുത്തവരോട് ജോസഫ് പറഞ്ഞു, നിങ്ങൾ എന്റെ മേൽ ദോഷം കരുതി, ദൈവമോ അതിനെ നന്മയാക്കി തീർത്തു. പുറപ്പാട് 32 മോശ പ്രാർത്ഥിച്ചു, അവരുടെ പാപം ക്ഷമിക്കണമേ, ഇല്ലെങ്കിൽ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്നെ മായ്ച്ചു കളയണമേ. ഇത് മനുഷ്യസഹജമായ സ്വഭാവമല്ല, ഇത് ദൈവത്തിന്റെ സ്വഭാവമാണ്. സമർപ്പിക്കപ്പെട്ട ഹൃദയങ്ങളിലൂടെ ഒഴുകുന്ന ദൈവിക പ്രകൃതം. എന്നാൽ ഇന്ന് നമ്മൾ ഈ വാക്കുകൾ ഓർക്കുന്നു, പക്ഷെ അവ ജീവിതത്തിൽ പകർത്താൻ പ്രയാസപ്പെടുന്നു. നമ്മൾ വേദനകളെ മുറുകെ പിടിക്കുന്നു, നമ്മൾ ദേഷ്യത്തെ ന്യായീകരിക്കുന്നു, മുറുകേൽപ്പിക്കുന്നവർക്ക് നമ്മളും മുറിവുകൾ നൽകുന്നു. എങ്കിലും റോമർ 12:21 ദൈവം ഇപ്പോഴും പറയുന്നു, തിന്മയോട് തോറ്റുപോകാതെ നന്മ കൊണ്ട് തിന്മയെ ജയിക്കുക. ലോകത്തിനാവശ്യമുള്ള മാറ്റം ഒരു ഹൃദയത്തിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിലോ, ക്ഷമിക്കുന്ന ഒരാൾ, ശത്രുവിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ, വേദനിക്കുമ്പോഴും സ്നേഹം തിരഞ്ഞെടുക്കുന്ന ഒരാൾ, ആ ശക്തി നഷ്ടപ്പെട്ടിട്ടില്ല. അത് വീണ്ടും ജീവിതത്തിലേക്ക് വരാൻ കാത്തിരിക്കുകയാണ്. കർത്താവേ, ആ ജീവിതം എന്നിൽ നിന്ന് തുടങ്ങട്ടെ.